Hi everyone, welcome to Roshni's Foodie. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വേറൊന്നുമല്ല, കേക്കാണ്. അതും പൈനാപ്പിൾ കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കേക്ക് ടിന്നൊന്നും കാണണമെന്നില്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേക്ക് ടിന്നൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സാധാരണ തവയിലോ പാനിലോ അല്ലെങ്കിൽ കടായിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം അതുമാത്രമല്ല, നമ്മളിപ്പം എസൻസ്, വാനില എസൻസ് ഒന്നും എല്ലാവരുടെയും കയ്യിൽ കാണണമെന്നില്ല. അപ്പം നമ്മുടെ പൈനാപ്പിൾ എസൻസ് ആകുമ്പോൾ മിക്കവാറും എല്ലാവരുടെ വീട്ടിൽ കാരണം നമ്മൾ ബിരിയാണിയിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എസൻസ് ആണല്ലേ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, എല്ലാം മിക്സിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ മിക്സിയിൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കേക്കിന് സാധാരണ ഒരു മുട്ട ചേർക്കാറുള്ളൂ. ഒരു കപ്പ് മൈദ ചേർക്കുന്ന സമയത്ത് ഒരു മുട്ട ചേർക്കാറുള്ളൂ. എനിക്ക് അധികം മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പഞ്ചസാര പൊടിച്ചല്ല ചേർത്ത് കേട്ടോ, അപ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പം പഞ്ചസാര പൊടിച്ച് ചേർക്കേണ്ടവർക്ക് ഇപ്പം ഡയറക്റ്റ് ബൗളിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റർ വെച്ച് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് പൊടിക്കാതെ തന്നെ നമുക്ക് പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ നന്നായിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇത് ബൗളിലോട്ട് മാറ്റാം. അപ്പം നമുക്കിനി മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൗളിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. അപ്പൊ ഞാനിവിടെ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നുള്ളൂ. നമ്മുടെ വാനില എസൻസ് പോലല്ല കേട്ടോ. പൈനാപ്പിൾ എസൻസിന് കുറച്ച് വീര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഒക്കെ ചേർക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര എസൻസിന്റെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പൊ വേറെ വാനില എസൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പൈനാപ്പിൾ എസൻസ് മാത്രം മതി. നമ്മുടെ വീട്ടിലെല്ലാം മിക്കവരുടെ വീട്ടിൽ കാണുന്ന എസൻസ് അല്ലേ പൈനാപ്പിൾ എസൻസ്. അപ്പൊ നമുക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദയും നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം ഒന്ന് അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ അരിപ്പയിലൂടെ അരിച്ച് ചേർക്കാൻ പോവുകയാണ്. അപ്പം 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ 1 കപ്പ് മൈദ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആണെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ എടുത്ത് അതിലേക്ക് വിനേഗർ ആഡ് ചെയ്ത് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ അരിച്ചെടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവരാണേ. അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് അരിച്ച് നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൂടെ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പാല് ഞാനിപ്പം 1/2 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കൺസിസ്റ്റൻസി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസം വരും. അപ്പൊ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അറ്റ് എ ടൈം 1/2 ഗ്ലാസ് പാൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കരുത്. അപ്പൊ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് പാൽ ആദ്യം ചേർക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ പാൽ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പൊ എനിക്ക് കുറച്ച് കട്ടിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ബാറ്റർ. അപ്പൊ ഞാൻ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
കേക്ക് ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കേക്ക് ടിൻ അല്ലാതെ ഇതുപോലൊരു കടായിലാണ്. അപ്പോൾ കടായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടില്ല, അതിന് പകരം എണ്ണ ജസ്റ്റ് ഒന്ന് തടവിയിട്ട് മൈദ അതിൻ്റെ മുകളിലിട്ടൊന്ന് തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ വേഗം ഇളകി വരും കേട്ടോ. കേക്ക് ഒട്ടും അടി പിടിക്കുകയോ ഒന്നും ചെയ്യാതെ വേഗം ഇളകി വരും. അപ്പോൾ നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്, നമ്മുടെ പാനിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം ഇത്. അപ്പൊ നമ്മൾ ഓവനോ കുക്കറോ ചരുവമോ അങ്ങനെ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്, ഒരു പാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് കേക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം നമ്മുടെ കേക്ക് ബാറ്റർ അടങ്ങിയ ഈ കടായി അല്ലെങ്കിൽ പാൻ അതിന് മുകളിൽ വെച്ച് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. അപ്പൊ നമുക്കിനി ആ പണിയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ച് ഇപ്പം നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ അടിയിലൊരു പാൻ ഉണ്ട്, അതിന് മുകളിലായിട്ടാണ് നമ്മുടെ കടായി ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഗ്ലാസ് ലിഡാണ് കേട്ടോ ഞാൻ വെച്ചത്, അതുകൊണ്ട് തന്നെ അതിനൊരു ഹോള് കാണും. അപ്പോൾ അത് കഴിവതും നമ്മൾ അടച്ചു വെക്കണം. അതുകൊണ്ട് ഞാനൊരു പേപ്പറോ ഫോയിലോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നിങ്ങൾ അല്ലാതെ എന്തെങ്കിലും അടപ്പാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ അടച്ചു വെച്ചാൽ മതി. ഗ്ലാസ് ലിഡ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി കേട്ടോ പറഞ്ഞത്. ആ ഹോളൊന്ന് അടച്ചു വെച്ചേക്കണേ. അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു 15 മിനിറ്റ് മതിയാവും. നമ്മുടെ അധികം കട്ടിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വേഗം തന്നെ ആയി കിട്ടും. 15 മിനിറ്റ് കൊണ്ട് ആയി കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ എക്സാക്ട് ടൈം നമുക്ക് ആ കേക്ക് ആയതിനു ശേഷം ഞാൻ പറഞ്ഞു തരാമേ. അപ്പം നമുക്കൊരു 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അപ്പം ഞാൻ ബ്രേക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടോ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് കംപ്ലീറ്റ്ലി ബേക്ക് ആയെന്നാണ് അതിനർത്ഥം. അപ്പം നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കേക്കിനെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം മൈദ ചേർക്കേണ്ടാത്തവർക്ക് കോൺഫ്ലവർ വേണേലും ചേർത്ത് കൊടുക്കാമേ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നുമില്ല, നമ്മുടെ പാൽപ്പൊടിയാണ്. അപ്പം ഞാൻ പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ തന്നെ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ, അതിന് പാൽപ്പൊടി വേണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർക്കുന്ന സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. മൈദ മാത്രം വെച്ചിട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. എന്നാൽ പാൽപ്പൊടി ചേർത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പാൽപ്പൊടിയുടെ നല്ലൊരു ടേസ്റ്റ്, നമുക്ക് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം പഞ്ചസാര ചേർക്കുമ്പോൾ ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കും ക്രീമിന്. അപ്പം ചിലർക്കാണെങ്കിൽ മധുരം അധികം ഇഷ്ടമല്ല ക്രീമിന്. അപ്പം അതനുസരിച്ച് ചേർത്തോണം. അപ്പം ഞാൻ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 3.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറവ് വേണമെന്നുള്ളവർ ഇച്ചിരി കുറച്ച് ചേർത്താൽ മതിയേ. അപ്പം ഞാൻ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലും മൈദയും അല്ലെങ്കിൽ എല്ലാം വേഗം കട്ട പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ, ഇപ്പം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവ് ഇങ്ങനെ വിട്ട് വീഴാത്ത രീതിയിലുള്ള പരുവാകുമ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ മൈദയുടെ മിക്സിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മൈദയുടെ മിക്സർ തണുക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സമയം കളയണ്ട.
അപ്പോൾ നമുക്ക് ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ബട്ടർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പം ബട്ടർ ഒരുപാട് അങ്ങ് കട്ടിയായിട്ടുള്ള ബട്ടർ അല്ല, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് മെൽറ്റ് ആവാൻ തുടങ്ങിയ നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന ബട്ടർ വേണം എടുക്കാൻ. അപ്പം അങ്ങനെ ബട്ടർ ഞാൻ 100 ഗ്രാം എടുത്ത് മിക്സിയിലാക്കിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ ബട്ടർ നന്നായിട്ട് അടിച്ച് നല്ല ക്രീമി പരുവായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മൈദയുടെ മിക്സറില്ലേ, മൈദയും പാൽപ്പൊടിയും എല്ലാം കൂടെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ ആ മിക്സർ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് അടിച്ചടിച്ചടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യും, അതിനുശേഷം നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരും. വീണ്ടും അങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ വീതം തീരുന്നിടം വരെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് അടിച്ചെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ മൈദയുടെയും പാൽപ്പൊടിയുടെയും മിക്സർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിപ്പം നമ്മുടെ മൈദയുടെ മിക്സറും നമ്മുടെ ബട്ടറോട് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമി പരുവായത് കണ്ടോ. ഇതുപോലെ നമുക്ക് അടുത്ത ടേബിൾ സ്പൂണും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്കിനുള്ള ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടു, നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങത്തില്ലേ, കേക്കിൻ്റെ അടിവശത്ത് ഒരു നല്ല സൈഡൊക്കെ കണ്ടോ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് പോലെ നമ്മുടെ അടിയിൽ നല്ല ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. പക്ഷെ ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ പാനിൽ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഹൈറ്റ് വെക്കത്തില്ല. അല്ലാതെ തന്നെ എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. ടേസ്റ്റും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്രീം നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കട്ടിയായി പോകാതിരിക്കാനും, പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ ക്രീം കേക്ക് വാങ്ങുന്ന സമയം നല്ല സോഫ്റ്റ് ആക്കിയിട്ടില്ലേ, ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയും നമ്മൾ കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഷുഗർ സിറപ്പ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, നമ്മൾ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഷുഗർ സിറപ്പ് കേക്കിൻ്റെ ഉള്ളിലോട്ട് പോകത്തുള്ളൂ കേട്ടോ. അതിനുവേണ്ടി ഞാൻ പ്രിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫോർക്ക് കൊണ്ട് അത്യാവശ്യം പ്രിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഷുഗർ സിറപ്പ് നമ്മുടെ കേക്കിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് മോയ്സ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേക്കിനെ. അപ്പം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് കേക്കിന് അടി വരെ നിർത്തട്ടെ. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ക്രീമൊക്കെ തേച്ച് കേക്കിന് റെഡി ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട്, അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണുകയും കൂടെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനതിനെ സ്ലൈസ് ആക്കി എടുത്തു. അപ്പോൾ നമ്മൾ സ്ലൈസ് ആക്കി നമ്മൾ കഴിക്കാൻ വേണ്ടി സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ചെറീസ് വെച്ചിട്ടോ പൈനാപ്പിൾ വെച്ചിട്ടോ എന്ത് വേണം ഡിസൈൻസ് കൊടുക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ കുറച്ച് യെല്ലോ കളറും നമ്മുടെ വൈറ്റ് ഗനാഷിനകത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് മേളിലൊന്ന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചൂസ് ചെയ്യാം. കേക്ക് ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതിനൊന്ന് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാത്രമല്ല, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പൈനാപ്പിൾ കേക്ക്? വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലേ? നിമിഷ നേരം കൊണ്ട് നമുക്ക് കേക്ക് റെഡിയാകും. കേക്ക് മാത്രമല്ല, നമുക്ക് ക്രീമും റെഡിയായി കിട്ടും. അപ്പോൾ ഒരുപാട് പണികളൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുതേ. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.